സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോഡൽസൊക്കെ മനസ്സിലാക്കി അതിൻ്റെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് ക്വസ്റ്റ്യനൂടെ ചെയ്യാം. ഇന്ന് ഈ ചാപ്റ്റർ തീർക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് നമുക്കിനി രണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ, ഒന്ന്, the product of a number and 2 more than that is 168. What are the numbers? അപ്പം ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ പേജ് നമ്പർ 91 ആണ്. 91ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ചെയ്തു പോകാം നമുക്ക്. ദി പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 more than that is 168. വാട്ട് ആർ ദി നമ്പേഴ്സ്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് ചെയ്തു പോകാം. അപ്പോൾ എന്താണ്, ഒരു നമ്പർ, രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ്, ഒരു നമ്പറും 2 more than that, ആ നമ്പറിൻ്റെ ആളും രണ്ട് കൂടുതലുള്ള നമ്പറിൻ്റെയും കൂടെ പ്രോഡക്റ്റ്. അതായത് നമ്പർ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു, എക്സ് ഇൻറ്റു 2 more than that, എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 168. ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വലിയ പാടൊന്നുമില്ലല്ലോ. ഇതിനെ ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 168 ആണല്ലോ. ഓക്കെ, അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെയാണ് പറഞ്ഞതെന്ന്? എക്സിൻ്റെ ടേം, എക്സിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ടേം നോക്കുക, അതിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പം ഇതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന 2 ആണ്, 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടുക. അപ്പോൾ 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 168 പ്ലസ് 1 ആണല്ലോ. അപ്പം ഇതെന്ന് പറയുന്നത് ഏതിൻ്റെ എക്സ്പാൻഷൻ ആണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് ഈസ് ഈക്വൽ ടു 169. അപ്പോൾ രണ്ടിടത്തും റൂട്ട് എടുക്കുക. അപ്പോൾ രണ്ടിടത്ത് റൂട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നാണ്, ഇപ്പം നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ഇത്രയും നേരം നമ്മൾ ചെയ്ത് നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് എങ്ങനെ പോയാലും എപ്പോഴായാലും രണ്ട് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് സൊല്യൂഷൻ, എക്സിന് രണ്ട് വിലകളുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് സൈഡ്സ്, അങ്ങനെയുള്ള ഏജ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ആൻസർ നോക്കത്തില്ല. ഒരെണ്ണം മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും, ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മിക്കവാറും സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷേ ജസ്റ്റ് ഒരു നമ്പർ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് മാത്രം എടുത്താൽ പോരാ, നെഗറ്റീവും കൂടെ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ റൂട്ട് എടുക്കും. അപ്പം എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ റൂട്ട് എടുക്കുമ്പം റൂട്ട് 169 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് പ്ലസ് 1ൻ്റെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് റൂട്ട് 169, 169ൻ്റെ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. എത്രയാണ്? 13 അപ്പം എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 13. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 13. ഓക്കെ ആണല്ലോ. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 13 മൈനസ് 1 എത്ര? 12 എന്ന് വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഇതിൻ്റെ കൂടെ ഒരെണ്ണവും കൂടെ ഉണ്ട്. ഈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഈ റൂട്ട് 169 13 അല്ലാതെ വേറെ റൂട്ടും കൂടെ ഉണ്ട്. ഏതാണെന്നറിയോ? -13. കാരണം 13ൻ്റെ സ്ക്വയർ 169 അതുപോലെ തന്നെ -13ൻ്റെ സ്ക്വയറും എന്ത് തന്നെയാണ്? 169 തന്നെയാണ്. ഓക്കെ, മനസ്സിലായ? അതായത് എല്ലാ നമ്പറിൻ്റെയും റൂട്ട് എടുക്കുമ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും, നെഗറ്റീവും അതിൻ്റെ റൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു -13 കൂടെ എടുക്കുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്തോരുടെ? -13 മൈനസ് 1. അപ്പോൾ നമ്പർ -14. ഇവിടെ രണ്ട് നമ്പേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് നെഗറ്റീവ് ആയിക്കൂടാന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ രണ്ട് ആൻസറുകളും അവിടെ വാലിഡ് ആണ്. ഓക്കെ, ഇതേ സമയത്ത് ആരുടെയെങ്കിലും ഏജോ അങ്ങനെയുള്ള മാർക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് വരത്തില്ലായിരുന്നു? ഏജൊക്കെ ആണെങ്കിൽ ഒരിക്കലും എന്ത് വരത്തില്ല? നെഗറ്റീവ് എടുക്കത്തില്ല. ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ആൻസർ നോക്കണം. രണ്ട് ആൻസർ നോക്കുന്നത് മനസ്സിലായല്ലോ. റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ 4ൻ്റെ റൂട്ട് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പോഴേ പറയും 2 പറയും. പക്ഷേ 2 മാത്രമല്ല, 2 ഉണ്ട്, അതിൻ്റെ കൂടെ ആരും ഉണ്ട്? -2 ഉണ്ട്. 9ൻ്റെ റൂട്ട് 3 ഉണ്ട്, -3 ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ നമ്പറിൻ്റെയും പ്ലസ് വാല്യൂ ഉണ്ട്, മൈനസ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി തൊട്ട് ചെയ്യുമ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രോഡക്റ്റ് 2. സം 2ഉം
സം 4ഉം പ്രോഡക്റ്റ് 2. അപ്പോൾ സം 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമ്പർ എക്സ്, അപ്പോൾ നമ്പർ ഈസിക്കൽ ടു എന്തെന്ന് എടുക്കാം എക്സ്. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്ത് വരും, അതിൻ്റെ സമ്മ് 4 ആകുമ്പോൾ 4 മൈനസ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2, അതായത് എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് ഈസിക്കൽ ടു 2. ഇതിനെ സോൾവ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു 4 4x മൈനസ് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 2. ഓക്കെ, അപ്പോൾ ഇതിനെ എല്ലാത്തിനും നമുക്ക് അപ്പുറം പോയാൽ എന്ത് സംഭവിക്കും, ഈ ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x ഈസിക്കൽ ടു 2. അപ്പോൾ നമ്മളൊരു കാര്യം നോക്കുക, ഇവിടെ ഈ എക്സ് സ്ക്വയറിൻ്റെ അപ്പുറത്തൊരു മൈനസ് കിടക്കുന്നൊരു വൃത്തികേടായതുകൊണ്ട് നമുക്ക് ത്രൂ ഔട്ടൊരു മൈനസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ബാക്കി എല്ലായിടത്തും മൈനസ് ആവും, ഈ മൈനസ് അങ്ങ് മാറി കിട്ടും. അപ്പോൾ ഇതിനിങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 4x ഈസിക്കൽ ടു -2. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ നേരത്തെ പോലെ എന്ത് ചെയ്യുക, -4ൻ്റെ പകുതി, അതായത് 2ൻ്റെ സ്ക്വയർ 4 കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഗുണിക്കുക. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈസിക്കൽ ടു എന്ത് വരും, -2 പ്ലസ് 4 എന്ന് വരും. ഓക്കെ ആണോ? -2 പ്ലസ് 4. അപ്പോൾ ഇതെന്ത് വരും, എക്സ് മൈനസ് 2ൻ്റെ സ്ക്വയർ, എക്സ് മൈനസ് 2ൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു എന്ത് വരും, 2 എന്ന് വരും. -2 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 2. ഓക്കെ, എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു 2. അപ്പം ദെയർഫോർ എക്സ് മൈനസ് 2 ഈസിക്കൽ ടു എന്ത് വരും, √2. ഓക്കെ, അപ്പം എക്സ് ഈസിക്കൽ ടു ഈ -2 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ +2 ആണ്, 2 പ്ലസ് √2. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, ഇങ്ങനെ എഴുതിയിരുന്നാൽ മതി. എന്താണ് 2 പ്ലസ് √2. അപ്പോൾ നേരത്തെ പോലെ നെഗറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ എക്സ് മൈനസ് 2 ഈസിക്കൽ ടു √2ന് മൈനസ് √2. അപ്പോൾ എന്ത് വരും, എക്സ് ഈസിക്കൽ ടു -2 അപ്പുറത്ത് പോകുമ്പോൾ 2 മൈനസ് √2. രണ്ട് വാല്യൂസ് 2 പ്ലസ് √2ഉം 2 മൈനസ് √2. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 99, 97, 95 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 100? 900, 99, 97, 95 എക്സെട്ര. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ സീക്വൻസിൽ എത്ര ടേമുകൾ കൂട്ടിയാൽ 900 കിട്ടും? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. 900 കിട്ടണമെങ്കിൽ സം കണ്ടുപിടിക്കണമെങ്കിൽ എസ് ഈസിക്കൽ ടു എന്തോ കിട്ടണം, 900 കിട്ടണം. എസ് എൻ ഈസിക്കൽ ടു 900 എന്ന് കിട്ടണം. അപ്പോൾ 900 കിട്ടണമെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വിലകൾ കൊടുക്കുക. 99, 97 ആകുമ്പോൾ ഡി എത്ര, -2 ആയിരിക്കും. അപ്പം n/2 ഇൻറ്റു 2f 2 ഇൻറ്റു 99 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയാം -2 ഈസിക്കൽ ടു 900 വരണം. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഇവിടെ നിന്നൊരു 2നെങ്കിൽ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ n/2 ഇൻറ്റു 2 കോമൺ ആയിട്ട് എടുക്കുക, 99 പ്ലസ് ഇവിടെ മൈനസ് ഉണ്ട്, 2 ആണ് നമ്മൾ കോമൺ എടുത്താൽ മൈനസ് ഉള്ളതുകൊണ്ട് എന്ത് വരും, -n, മൈനസ് ഒന്നുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ഉണ്ട്, ആ മൈനസും ഈ എന്നും കൂടെ ആകുമ്പോൾ -n, ആ മൈനസും ഈ മൈനസ് ഒന്നും കൂടെ ആകുമ്പോൾ +1. ഓക്കെ, ഈസിക്കൽ ടു 900. ഓക്കെ ആണല്ലോ. ഇനി ഈ 2 കൂടെ വെട്ടിപ്പോവും. അപ്പോൾ എന്ത് വരും, n ഇൻറ്റു 99 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 100 മൈനസ് n ഈസിക്കൽ ടു 900. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. n ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 100n മൈനസ് n സ്ക്വയർ ഈസിക്കൽ ടു 900. ഓക്കെ, അപ്പം 100n മൈനസ് n സ്ക്വയർ ഈസിക്കൽ ടു 900. ഓക്കെ, അങ്ങനെയാണല്ലോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുക്കി പറക്കി എഴുതാം. അപ്പോൾ -n സ്ക്വയർ പ്ലസ് 100n ഈസിക്കൽ ടു 900. അപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു ഇവിടെ മൈനസ് ആദ്യമേ വരുമ്പോഴത്തേക്ക് നമ്മളൊരു ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, n സ്ക്വയർ മൈനസ് 100n ഈസിക്കൽ ടു -900. നേരത്തെ പോലെ
സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് 100. 100ൻ്റെ പാതി 50. 50ൻ്റെ സ്ക്വയർ എടുക്കുക. 50ൻ്റെ സ്ക്വയർ 2500. അപ്പം n സ്ക്വയർ മൈനസ് 100n പ്ലസ് 2500 ഈസ് ഈക്വൽ ടു മൈനസ് 900 പ്ലസ് 2500. ഓക്കെ ആണല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും? ഇതാരുടെ സ്ക്വയറാ? n മൈനസ് 2500 50ൻ്റെ സ്ക്വയർ എന്നല്ലേ പറഞ്ഞത്. n മൈനസ് 50 സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 900 പ്ലസ് 2500 എത്ര വരും? 1600. ഓക്കെ, അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ n മൈനസ് 50 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 40. n മൈനസ് 50 ഈസ് ഈക്വൽ ടു 40. ദെയർഫോർ n ഈസ് ഈക്വൽ ടു 40 മൈനസ് 50 അങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് പ്ലസ് 50 ഈസ് ഈക്വൽ ടു 90. ഒരു ആൻസറായി. അപ്പോൾ അതുപോലെ നമ്മൾ പറഞ്ഞു നേരത്തെ എന്ത് ചെയ്തു? 2 ആൻസർ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് വാല്യൂ കൂടെ എടുക്കണ്ടേ? അപ്പം n മൈനസ് 50 ഈസ് ഈക്വൽ ടു 1600 40 ആണെങ്കിൽ അടുത്ത ആൻസർ എന്തായിരിക്കും? മൈനസ് 40. ഓക്കെ, അപ്പം ദെയർഫോർ n ഈസ് ഈക്വൽ ടു മൈനസ് 40 മൈനസ് 50 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 50. ഓക്കെ, അപ്പം 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 2 ആൻസറും പ്ലസ് ആണ് വന്നത് കണ്ടോ. ഇവിടുത്തെ 2 ആൻസറും എന്ത് വന്നു? പ്ലസ് വന്നു. എന്നിൻ്റെ വാല്യൂ 90 ഉണ്ട്, എന്തുണ്ട്? 10 ഉണ്ട്. കാരണം ഇതിൻ്റെ 2 പ്രാവശ്യം ആദ്യത്തെ 10 ടൈംസ് എടുത്ത് കൂട്ടിയാലും 900 വരും, ആദ്യത്തെ 90 ടൈംസ് എടുത്ത് കൂട്ടിയാലും 900 വരും. കാരണം അത് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തതിൻ്റെ അകത്ത് 4ാമത്തെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്താണ്? എ റോഡ് 28 സെൻറ്റിമീറ്റർ ലോങ് ഈസ് ടു ബി ബെൻഡ് ഇൻ ടു എ റെക്റ്റാങ്കിൾ. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ട് 28 എടുക്കുക. എന്നിട്ട് അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും എടുക്കുക. ലെങ്ത് എക്സ് എടുക്കുക. അപ്പം ബ്രെഡ്ത്ത് കിട്ടുമല്ലോ. ആ പെരിമീറ്റർ വെച്ചിട്ട് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലോട്ട് പോവാം. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇതിൻ്റെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്കൊരിക്കലും ഇങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റൂല. അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡുണ്ട്. അതായത് ഒരു ഇക്വേഷൻ, നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ആദ്യമേ അല്ലെങ്കിൽ വൃത്തിയായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്: ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നാണല്ലോ. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ബൈ 2a. ഇതൊന്ന് കാണാൻ പിടിച്ച് വയ്ക്കുക. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ബൈ 2a. ഇത് ആക്ച്വലി 2 ആൻസറുകളാണ്. എക്സിൻ്റെ വില കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എത്ര ആൻസറുകളുണ്ട്? സൊല്യൂഷൻ ഉണ്ട്, 2 സൊല്യൂഷൻ ഉണ്ട്. അതാണ് ഈ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. ഇത് ആക്ച്വലി 2 ആണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അർത്ഥം മൈനസ് ബി പ്ലസ് റൂട്ട് b² മൈനസ് 4ac ബൈ 2aയും മൈനസ് ബി മൈനസ് റൂട്ട് b² മൈനസ് 4ac ബൈ 2a ആണ്. 2 എണ്ണം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പ്ലസ് വെച്ചിട്ട് ഒരെണ്ണവും മൈനസ് വെച്ചിട്ട് വരണം. ഓക്കെ, മനസ്സിലായി? ഈ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിച്ചു വയ്ക്കുക. ഇനി വേറൊരു കാര്യം അറിയേണ്ടത്, ഈ b² മൈനസ് 4ac ഇതിനൊരു പ്രത്യേകതയുണ്ട്. b² മൈനസ് 4ac ഈ സാധനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനൻ്റ്. എന്തോന്ന് പറയും? ഡിസ്ക്രിമിനൻ്റ്. മലയാളത്തിൽ വിവേചകം എന്ന് പറയും. ഡിസ്ക്രിമിനൻ്റ് അല്ലെങ്കിൽ വിവേചകം എന്താണെന്ന് വെച്ചാൽ ഈ b² മൈനസ് 4ac കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു എക്സിൻ്റെ വാല്യൂവിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അതായത് b² മൈനസ് 4ac കണ്ടുപിടിക്കുക അതൊരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, ഓക്കെ, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന് 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ b² മൈനസ് 4ac പോസിറ്റീവ് ആണെങ്കിൽ അതിന് 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് അത് 0 ആണെങ്കിൽ 2 സൊല്യൂഷനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ആ 2 സൊല്യൂഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ അതെന്തായിരിക്കും? ഈക്വൽ സൊല്യൂഷൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരെണ്ണം 5 ആണെങ്കിൽ മറ്റേത് 5. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു സൊല്യൂഷനേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് 0 എന്ന് എഴുതുക.
അപ്പോൾ ഇതിന് 0 വന്നു കഴിഞ്ഞാൽ അതിനൊറ്റ സൊല്യൂഷൻ. ഇനി അടുത്തത് നെഗറ്റീവ് ആണെങ്കിൽ നോ സൊല്യൂഷൻ. എന്താണ്? b² - 4ac നെഗറ്റീവ് ആണെങ്കിൽ നോ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചില ക്വസ്റ്റ്യനുകളിലൊക്കെ അങ്ങനെ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്കായിട്ട് തന്നതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ b² - 4ac നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ b² - 4ac വരുന്ന റൂട്ടിനകത്താണ്. ഒരു നമ്പറിൻ്റെയും നെഗറ്റീവ് നമ്പറിൻ്റെയും റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു നമ്പറിൻ്റെയും നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഒന്നിൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം -9 എന്ന് വന്നു. ഈ -9ൻ്റെ റൂട്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. -9ൻ്റെ റൂട്ട് -3 ഒന്നും അല്ല. കാരണം -3യുടെ സ്ക്വയർ വെറും 9 പോസിറ്റീവ് 9. അപ്പോൾ പോസിറ്റീവ് 9ൻ്റെ റൂട്ടാണ് -3. അപ്പോൾ ഇതിനെന്തില്ല? റൂട്ടില്ല. അപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നോ റൂട്ട്. മനസ്സിലായോ? ഈ ഇക്വേഷൻ ഒന്ന് കാണാൻ പഠിച്ചു വയ്ക്കുക. ഇതാണ് സംഭവം. ഇനി ഇത് ഉപയോഗിച്ച് 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, എന്നിട്ട് നമുക്ക് നിർത്താം. ക്വസ്റ്റ്യൻ ഇതാണ്. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 മീറ്റർ ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 സെൻറ്റിമീറ്റർ 15 meters. വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? ഓക്കെ, ഒരു റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 42. പെരിമീറ്റർ 42 എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ് 42. അപ്പം 2 × l+b ആണ് എന്തെന്ന് പറയുന്നത് 42 എന്ന് പറയുന്നത്. അപ്പോൾ l+b എന്തായിരിക്കും? 42ൻ്റെ പകുതി 21 ആയിരിക്കും. ആണല്ലോ. അപ്പോൾ എന്തായിരിക്കും ലെങ്ത്? അപ്പോൾ L = ലെങ്ത് x എന്ന് എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എത്ര വരും? 21 - x എന്ന് വരും. ഓക്കെ ആണോ? അപ്പം ലെങ്ത് x ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വരും? 21 - x എന്ന് വരും. ഇതിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ട്. എത്രയെന്ന് തന്നിട്ടുണ്ട്? 15. എത്ര? ഡയഗണൽ എത്രയാണ്? 15. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? x² + 21 - x the whole square is equal to 15². മനസ്സിലായോ? എന്ത് ചെയ്യും? x² ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x² + 21 - x എന്ന് പറയുമ്പോൾ 21ൻ്റെ സ്ക്വയർ എത്ര വരും? 21 × 21 എത്ര? 441. 441 മൈനസ് 21 × x 2 × 21 × x 42x + x² ഈസ് ഈക്വൽ ടു 15ൻ്റെ സ്ക്വയർ 225. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? കൂട്ടുക. x² + x² 2x² മൈനസ് 42x + 441 മൈനസ് 225. ഈ 225 കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? 2x² മൈനസ് 42x 441 നിന്ന് 225 കുറയ്ക്കുക. അപ്പോൾ 6 3 2 1 പോയാൽ 216 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആരെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വെട്ടിക്കളയുക. അപ്പം അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇവിടെ എല്ലാവരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായി കിട്ടും. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. x² - 21x + 216ൻ്റെ പകുതി എടുക്കുമ്പോൾ 108 ഈസ് ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ നമുക്ക് നോക്കാം. നമ്മളെ ഇക്വേഷൻ എന്താണ്? ax² + bx + c എന്ന് പറയുന്നതാണ് ജനറൽ ഫോം. അപ്പോൾ എക്ക് പകരം ആരാ കിടക്കുന്നത്? a = 1 എടുത്തെഴുതണം. a = 1, b = സൈൻ ഉൾപ്പെടെ എഴുതിക്കോണം -21, b -21, c ആണെങ്കിൽ ആ 108. ഇതെടുത്തെഴുതാമല്ലോ. ഇനി അടുത്ത എന്താ? ഇക്വേഷൻ അതുപോലെ എടുത്തെഴുതുക. x = -b ± √b² - 4ac/2a എഴുതുക. എന്നിട്ട് വില കൊടുക്കുക. -b എന്ന് പറഞ്ഞാൽ -21. അപ്പോൾ ഇത് -21 എന്ന് പറഞ്ഞാൽ മൈനസ് ആകുമ്പോൾ പ്ലസ് ആയി പോകും. 21 ± √b², 21ൻ്റെ സ്ക്വയർ -4 × a × c 108 ഈസ് ഈക്വൽ ടു 2 × a എത്ര? 1. ഓക്കെ, ഇനി എന്ത് ചെയ്യും?
21 പ്ലസ് ഓർ മൈനസ് റൂട്ട് 21ൻ്റെ സ്ക്വയർ എന്ന് 441 ഗുണിക്കുക 4 × 108 4 32 432 ബൈ 2 × 1 2. ഓക്കെ, അപ്പോൾ എന്ത് വരും? 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് 441 മൈനസ് 432 9 എന്ന് വരും ബൈ 2. അതായത് 21 പ്ലസ് ഓർ മൈനസ് 3/2. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഈ പ്ലസ് ഓർ മൈനസ് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് 21 പ്ലസ് 3/2 21 മൈനസ് 3/2 ആണല്ലോ. അപ്പോൾ 21 പ്ലസ് 3/2 എന്ന് പറഞ്ഞാൽ 24/2 18/2 അതായത് 12 9. മനസ്സിലായോ? 12 9. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് ഒരു ലെങ്ത് 12 ആയിട്ട് എടുത്താൽ ബ്രെഡ്ത്ത് എത്ര വരും? 21 × 12 കുറച്ചാൽ 9. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതി ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ അന്ന് എയും ബി സി എടുത്ത് എഴുതുക. ഈ ഇക്വേഷനിൽ കൊടുക്കുക. തെറ്റാതെ ചെയ്യുക. ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ദിവസം തൊട്ട് ഞാൻ ഇക്വേഷൻ ആക്കി തരത്തേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്തോണം. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many consecutive natural numbers starting from 1 should be added to get 300? എത്ര നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടിയാൽ 300 കിട്ടും? അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. n × n+1 n × n+1 n × n+1/2. ഓക്കെ, അതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n × n+1/2 ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു 300. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ വൃത്തിയാക്കി ഇക്വേഷൻ ആക്കി എടുക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. therefore n × n+1 ഈസിക്കൽ ടു 300 × 2. അപ്പം ഇത് ചെയ്യുമ്പോൾ n × n² പ്ലസ് n ഈസിക്കൽ ടു 300 × 2 എന്ന് പറഞ്ഞാൽ 600. 600 ഇപ്പുറത്ത് കൊണ്ടുവരിക മൈനസ് 600 ഈസിക്കൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കാമല്ലോ. എക്ക് പകരം 1, ബിക്ക് പകരം 1, സിക്ക് പകരം മൈനസ് 600. ഓക്കെ, ചെയ്തു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് നമ്പർ ആഡഡ് ടു 1 ഗീവ്സ് ഇറ്റ്സ് ഓൺ സ്ക്വയർ? 1ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാൽ അതിൻ്റെ തന്നെ സ്ക്വയർ കിട്ടും? 1ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാൽ അതിൻ്റെ തന്നെ സ്ക്വയർ കിട്ടും? ആ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. 1ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാൽ അത് എക്സ്, അതിൻ്റെ തന്നെ സ്ക്വയർ കിട്ടും. ഇനി ഇതിനെ നടുക്ക് പുറക്കി എഴുതിയാൽ മതിയല്ലോ. എല്ലാത്തിനെയും അപ്പുറം കൊണ്ടുപോകും. x² മൈനസ് എക്സ് മൈനസ് 1 ഈസിക്കൽ ടു 0. സോൾവ് ചെയ്യാമല്ലോ. എ എത്ര? 1, ബി എത്ര? -1, സി എത്ര? -1. ഓക്കെ, ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ചെയ്തു തരാം. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ പാടൊന്നുമില്ല. എ 1, ബി -1, സി -1. ഓക്കെ, ഇക്വേഷൻ എന്താണ്? മൈനസ് ബി ഇങ്ങനെയാണല്ലോ. അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പം 1 പ്ലസ് ഓർ മൈനസ് ഇവിടെ മൈനസ് ഉണ്ട്, അവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ് പ്ലസ് വരുന്നത് കേട്ടോ. റൂട്ട് b² എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ b² -4 × a × c 1. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് ഓർ ബൈ 2a 2 × 1. ഓക്കെ, 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 4/2. അപ്പം 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5/2. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ കിട്ടാൽ മതി. 1 പ്ലസ് റൂട്ട് 5/2 1 മൈനസ് റൂട്ട് 5/2 ഇത്രയും കിട്ടുന്നാൽ മതി കേട്ടോ. അതിന് വിലയൊന്നും കൊടുക്കാനും നിൽക്കണ്ട. ഇത്രയും ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
In writing the equations to construct a rectangle, a specified area, perimeter and area, the perimeter was wrongly written as 24 instead of 42. Okay. The length of the side was then computed as 10 meter. What is the area in this problem? What are the length and breadth of the length of sides of the rectangles in the correct problem? അതായത് ഒരു ഇക്വേഷൻ എഴുതിയപ്പോൾ അതായത് ലെങ്തും ഏരിയയും പെരിമീറ്ററും കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ പെരിമീറ്ററിൻ്റെ സ്ഥാനത്ത് എഴുതിയപ്പോഴത്തേക്ക് 42 പകരം 24 എന്ന് എഴുതി. ഓക്കെ, പെരിമീറ്റർ എന്തെന്ന് എഴുതി 24 എന്ന് എഴുതി. ആ കറക്റ്റ് എന്തായിരുന്നു 42 ആയിരുന്നു, പക്ഷെ എഴുതിയത് 24 എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് കിട്ടിയത് എത്രയെന്ന് കിട്ടി? ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 10 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, 10 മീറ്റർ എന്ന് കിട്ടി, സൈഡ് 10 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, പെരിമീറ്റർ എത്രയെന്ന് എഴുതിയാൽ 24 എന്ന് എഴുതി. കിട്ടിയപ്പം കിട്ടിയ സൈഡ് എത്ര? 10 മീറ്റർ. അപ്പോൾ ലെങ്ത് എത്രയെന്ന് എടുക്കുക നമ്മൾ? 10 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ലെങ്ത് 10 മീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ 24 അല്ലേ? അതായത് 2 × L + B = 24. Therefore L + B = 24/2. എത്ര? 12. അപ്പം ലെങ്ത് 5 ആണെങ്കിൽ 10 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 12 - 10 എത്ര? 2. അപ്പോൾ ലെങ്ത് 10ഉം ബ്രെഡ്ത്ത് 2ഉമാണ് ആണല്ലോ. അപ്പോൾ ഏരിയ എത്രയാണ്? ഏരിയയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏരിയ = 10 × 2 20. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് 10ഉം ബ്രെഡ്ത്ത് 2ഉം ആകുമ്പോഴത്തേക്ക് 10 × 2 20 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇതായിരുന്നു ആ 24 ചെയ്തപ്പം കിട്ടിയത്. ഈ ഏരിയ ഫിക്സ്ഡ് ആണ്. ഇനി അടുത്തതിൽ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ 42 ഇട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ പെരിമീറ്റർ 42ഉം ഏരിയ 20ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? സൈഡ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ പെരിമീറ്റർ 42ഉം ഏരിയ 20. അപ്പോൾ എന്ത് ചെയ്യും? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 2 × L + B = 42 എന്ന് പറയുമ്പോൾ 42. L + B = പകുതി എടുക്കുക 21. അപ്പോൾ ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വരും? 21 - x. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് വരും? ഏരിയ കണ്ടുപിടിക്കാനായിട്ട് x × 21 - x = ഏരിയയുടെ ഏരിയ എത്ര? 20. അപ്പോൾ ഇതിനെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ആവും. അതായത് 21 × x എന്ന് പറയുമ്പോൾ 21x - x² = 20. അതിനെ അടുക്കി പറക്കി എഴുതുമ്പോഴത്തേക്ക് എന്ത് വരും? ഇതിനെയും കൂടെ അപ്പുറം കൊണ്ടുപോകാം. x² - 21x + 20 = 0. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ ഇക്വേഷനിൽ കൊടുക്കുക. -b ± √b² - 4ac/2 കൊടുക്കുക. എക്ക് പകരം 1 കൊടുക്കുക, ബിക്ക് പകരം -21 കൊടുക്കുക, സിക്ക് പകരം 20 കൊടുക്കുക. അപ്പോൾ ആൻസർ കിട്ടും. അതാണ് എൻ്റെ കറക്റ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, ഓക്കെ, അതിൻ്റെ അകത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ഓക്കെ, ഇൻ കോപ്പിംഗ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ടു സോൾവ് ഇറ്റ്, the term without x was written as 24 instead of -24. The answers found were 4 and 6. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുന്ന സമയത്ത് -24 പകരം +24 എന്ന് എഴുതി. 24 എന്ന് എഴുതി. കറക്റ്റ് എഴുതേണ്ടത് -24 എന്നായിരുന്നു. അപ്പോൾ കിട്ടിയ ആൻസറുകൾ 4ഉം 6ഉം എന്ന് കിട്ടി. 4ഉം 6ഉം ആൻസറായിട്ട് കിട്ടി. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസേഴ്സ് എന്തായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ax² + bx + c = 0 എന്നാണല്ലോ. ഇതിൽ ax² + bx ഇതിൻ്റെ അകത്ത് എക്സ് ഇല്ലാത്ത ടേം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തെന്ന് തന്നിട്ടുണ്ട്?
-24 പകരം എഴുതിയത് 24 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇക്വേഷൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + 24 = 0. ഇപ്പോൾ കിട്ടിയ ആൻസറുകൾ 2 ആൻസർ കിട്ടി. അത് എത്രയൊക്കെയാണ്? 4ഉം 6ഉം. ആ ആൻസറുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വിലയാണല്ലോ ഈ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ 4 കൊടുത്തു കഴിഞ്ഞാൽ x = 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ a × 4² + b × 4 + 24 = 0. അപ്പോൾ ഇതിനെന്ത് വരും? 16a + 4b = 24 അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ -24. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4a + b = -6. ഇത് ഒരു ഇക്വേഷനായിട്ട് എടുക്കുക. ഇനി അടുത്ത x = 6 എന്ന് കൊടുക്കുക. x = 6 എന്ന് എടുത്തു കഴിഞ്ഞാൽ a × 6² + b × 6 + 24 = 0. അപ്പോൾ എന്ത് വരും? 36a + b 6b = -24. അപ്പോൾ അവിടെ എന്ത് വരും? 6 കൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6a + b = -4. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 2 ഇക്വേഷൻ കൊണ്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും, എയും ബിയും കിട്ടും. അപ്പോൾ 6a + b = -4, 4a + b = -6. കുറയ്ക്കുക. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് സോൾവ് ചെയ്യാനൊക്കെ. 6a നിന്ന് 4a കുറച്ച് കഴിഞ്ഞാൽ 2a. b - b 0 ആയിപ്പോവും. -4 - -6 എന്ത് വരും? -4 - -6 മൈനസും മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. അപ്പം -4 + 6 എന്ന് വരും, +2. 2a = 2. therefore a = 2/2. എത്ര? 1 എന്ന് വരും. എക്ക് പകരം 1 വരും. ഇനി b കണ്ടുപിടിക്കാൻ എന്ത് വരും? 6a + b അല്ലേ? 6 × എക്ക് പകരം 1 + b = -4. അപ്പം 6 × 1 എന്ന് പറയുന്നത് 6. അപ്പം b = -4 - 6 എന്ന് വരും. അപ്പം -4 - 6 എന്ന് പറഞ്ഞാൽ -10 വരും. ഓക്കെ, ബിയുടെ വില എത്ര വന്നു? -10 എന്ന് വന്നു. അപ്പം എ എത്രയെന്ന് കിട്ടി? 1ഉം ബി എന്ന് പറയുന്നത് -10ഉം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ കറക്റ്റ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ax² + bx + 24 ആണെന്ന് എഴുതിയത്. കറക്റ്റ് ആൻസർ എന്താ വരേണ്ട? -24. അപ്പോൾ ഇങ്ങനെ ആവും. എക്ക് വരെ 1 അല്ലേ? അപ്പം ഒരു x², അതായത് x² -10x -24 = 0. ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, ax² x² - 10x -24 = 0 എന്ന് പറയുന്നതാണ് കറക്റ്റ് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ എക്സും വൈയും അതിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്ക് എക്ക് വരം 1 കൊടുക്കുക, ബിക്ക് വരം -10 കൊടുക്കുക, സിക്ക് വരം -24 കൊടുക്കുക. അത് കൊടുത്തിട്ട് ബാക്കി ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ തീർന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.